പിന്നെ അത് ഇത് നോക്കി ഭയങ്കര നല്ലൊരു പെണ്ണ്. ഭയങ്കര രസമുണ്ട് ഇത് കാണാനായിട്ട്. അടിപൊളിയാണ് കേട്ടോ ഇത്. മിനി ടേപ്പ് അത് മതിയോ? വാട്ടർ ബോട്ടിൽസ് ഉണ്ട്. പെൻസിൽസ് ഒക്കെ പണ്ടൊക്കെ ഇത് ലച്ചുവിന്റെ അടുത്ത് എന്തോരം പിങ്കാണ്. സമയമില്ല, അവിടെ 9 മണിയാകുമ്പോ ക്ലോസ് ചെയ്യും. ഇതേ ഇതിന് ഞാൻ എത്ര പ്രൈസ് എന്ന് പറയാ, 240 rupees ഉള്ളൂ. നോക്കട്ടെ, ഇത് തുറന്നേടാ. എടുത്തോ, ഇതൊന്ന് കാണിക്കാനാണ്. നമ്മള് ടെക്സ്റ്റ് എല്ലാം വാങ്ങി, പിന്നെ നോട്ട്ബുക്സ് എല്ലാം വാങ്ങി, ഗ്രാഫ് ബുക്ക് അങ്ങനത്തെ ചിലപ്പോ ഒരു ബുക്കൊക്കെ വേണ്ടി വരുന്നുള്ളൂ. പിന്നെ നമ്മളിത് ഇത് ചെറുതാണോ ഈ കവറിങ്? മോനെ ഏതാ ഇഷ്ടം? അത് തന്നെ. പക്ഷെ ടേപ്പ് ഒന്നും വേണ്ട, ഒട്ടിച്ചാ മതി. ഹലോ, സ്കൂളൊക്കെ തുറക്കാൻ വേണ്ടി പോവല്ലേ? അപ്പൊ നമ്മള് ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ആദ്യം എപ്പോഴും പർച്ചേസ് ചെയ്യാറ് ബുക്സ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ HNC-ന്നാണ് എല്ലാ കൊല്ലവും മേടിക്കാറ്. അപ്പൊ നമ്മള് മറ്റേ ലുലുവിന്റെ അടുത്തുള്ള HNC-ലാണ് പോവാറ്. അപ്പൊ ഇത് ടെക്സ്റ്റ് മേടിക്കണം, അതുപോലെ തന്നെ നോട്ട്ബുക്സ്, കവറിങ് പേപ്പേഴ്സ്, പെന്ന്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്നാണ് മേടിക്കണം. അപ്പൊ രാത്രി ഒരു 7:30 ആയിട്ടുണ്ട് കേട്ടാ. ലച്ചു എന്റെ വീട്ടിൽ പോയേക്കണായിരുന്നു. അവിടെ നിന്ന് ലച്ചുവിനെ പിക്ക് ചെയ്തിട്ടാണ് നമ്മള് HNC-ൽ പോണത്. നമുക്ക് അവിടെ ചെന്നിട്ട് നമ്മൾ HNC എത്താറായി. നമ്മളിതേ HNC-ൽ എത്തി. ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കേട്ടാ. എന്തിനാ പേടിക്കുന്നത്? അപ്പൊ നമ്മൾ HNC-ൽ എത്തിയിട്ടാ. എന്തൊക്കെയോ ടെക്സ്റ്റ് ബുക്ക് ഒന്നും ക്ലിയർ ആണ്. എന്തൊക്കെയോ ടെക്സ്റ്റ് ബുക്ക് ഒന്നും ഇല്ലാന്ന് പറയുന്നുണ്ട്. നോക്കാം നമുക്ക്, അല്ലെങ്കിൽ എല്ലാം വാങ്ങിട്ട് പോവും. നാളെ വരും, വരാതിരിക്കൂല. നമ്മുടെ സ്കൂളിലെല്ലാം ഉണ്ട് കേട്ടാ. ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കും. ഉണ്ട്. അവര് വേറെ ഏതോ സ്കൂളാണ്, ഞങ്ങളുടെ മുന്നേ വന്ന കസ്റ്റമറെ. അപ്പൊ ഞാനോട്ടെല്ലാം കഴിഞ്ഞ് ഇരിക്കണേന്ന്. അപ്പൊ എടുത്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് നോട്ട്ബുക്സ് വേണം. അപ്പൊ ലച്ചു ഇൻസ്ട്രുമെന്റ് ബോക്സ് അങ്ങനത്തെ ഒക്കെ നോക്കിക്കോ. അത് ആ സെക്ഷനാണ് ഇത് അവിടെ. ഇൻസ്ട്രുമെന്റ് ഇരിക്കുന്നു, ഇൻസ്ട്രുമെന്റ് ബോക്സ്. ഡോംസിന്റെ ഉണ്ടല്ലോ. നോക്കട്ടെ, ഇത് തുറന്നേടാ. എടുത്തോ, ഇതൊന്ന് കാണിക്കാനാണ്. ഇതാ തുറന്നു വെച്ചേക്ക്. ഡോംസിന്റെ ഓപ്പൺ ചെയ്ത് നോക്കുന്നു. കാണാലോ, അത് നോക്ക്. മോൻ അവിടെ നിന്നോ, അല്ലെങ്കിൽ അടുത്തതാവതാ. ഞാൻ നല്ലതാണല്ലോ. എനിക്ക് തോന്നുന്നു ഇതായിരിക്കുന്നല്ലോ. നോക്കട്ടെ എന്തൊക്കെയുണ്ടെന്ന്. എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇത് വേണോ? എനിക്കിതാ ഇഷ്ടപ്പെട്ടത്. ഇത് ഇതിന്റെ ലിങ്ക് എന്താ? ക്യാമലിന്റെ ഉണ്ട്, അവൾക്ക് വേണ്ടാന്നതാ. ഇതാണ് ക്യാമലിന്റെ, അത് എല്ലാവർക്കും അറിയാം. ക്ലാസ്മേറ്റ്സിന്റെ ആണ്. ക്ലാസ്മേറ്റ്സിന്റെ നമ്മൾ തുറന്നില്ലായിരുന്നു കേട്ടാ. ഇതാണ് ലച്ചു എടുത്തു നോക്കിയത്. ഡോംസിന്റെ ആണ് നമുക്കിപ്പോ ഇഷ്ടപ്പെട്ടത്. ചെയ്തേട്ടാ, നിങ്ങളത് നോക്കുക. ഇത് തുറന്നു തരാൻ പറയാ. ഇതാണോ? നോക്കി. ഇതല്ല ക്ലാസ്, എനിക്കാണ് ക്ലാസ്മേറ്റ്സിന്റെ മോനെ നല്ലത്. ഇങ്ങനെ തുറക്കുക. ഇത് അടിപൊളിയാന്ന് തോന്നുന്നു കേട്ടോ. ഇക്കമ്മ കാണിച്ചത് ഇതല്ലല്ലേ നല്ലത്? അത് രണ്ടും നമുക്ക് നോക്കാം. ഡോംസിന്റെ അല്ലെങ്കിൽ ഇത് വേറെ കളറും ഉണ്ടല്ലോ. ഇവിടെ അതായത് ബ്ലൂ കളർ. അയ്യോ, നോട്ട്ബുക്ക് എടുക്കണേണാ? എനിക്ക് ലിസ്റ്റിലുള്ളത് മതി. ഇത് കൊള്ളൂല കേട്ടാ. ഞാൻ പോയിട്ട് അത് നോക്കിട്ട് വരട്ടെടാ. ഫോൺ തന്നെ ചെയ്തണ്ട. അത് 10 എടുത്താ. എല്ലാ ടെക്സ്റ്റും ഉണ്ടല്ലേ? മലയാളം നമ്മള് പ്രകാശ് ബുക്ക് സ്റ്റാളിൽ. നോട്ട്ബുക്ക് ഒക്കെ നമ്മള് 200 പേജിന്റെ ഉണ്ടാ മേടിക്കണം. അപ്പൊ 175 പേജസിന്റെ ഉള്ളത്. അപ്പൊ അതെല്ലാം അങ്ങനെ എടുക്കണത്. നമ്മള് 1 സൈഡ് റൂൾഡ് എല്ലാം 10 വെച്ചെടുക്കുന്നത്. കാരണം ട്യൂഷന് പോകണം, വീട്ടിലിരുന്ന് പഠിക്കണം, എല്ലാം കൂടി ചേർത്ത് 1 കൊല്ലത്തേക്കുള്ള നോട്ട്ബുക്കാണ്. 1 കൊല്ലം അങ്ങനെ മേടിക്കാറ്. ചെലപ്പോ അങ്ങനെ മിക്കാറും വേണ്ടി വരില്ല. പിന്നെ ചെറിയ നോട്ട്ബുക്കില്ലേ, അതൊരു 4.
രണ്ട് സൈഡും റൂൾഡ്. അത് വല്ല HF പിന്നെ റഫ് ബുക്ക് അങ്ങനെയൊക്കെ വരൂലേ? അത് എത്ര? അതും അതൊക്കെ ആണോ? ഇത് മതി. ഇങ്ങനത്തെ റൂൾഡ് ആണോ? ഇത് മതി. 4 സ്കൂളിൽ നിന്ന് ഇട്ടിട്ടുണ്ടായി. പിന്നെ ഞങ്ങക്ക് അറിയാലോ ഇത്ര വേണ്ടതെന്നുള്ളത്. പിന്നെ ഇല്ലേ മാത്സിന്റെ ബുക്ക് വേണം. മാത്സ് 3 പിന്നെ 80 പേജിന്റെ ബുക്ക് ഉണ്ടാ? 2 സൈഡ് റോൾഡ്. 80 പേജ് ഇല്ല. 72 ആയാലും കുഴപ്പമില്ല. നമ്മള് ടെക്സ്റ്റ് എല്ലാം വാങ്ങി, പിന്നെ നോട്ട്ബുക്സ് എല്ലാം വാങ്ങി, ഗ്രാഫ് ബുക്ക് അങ്ങനത്തെ ഒരു കൊല്ലത്തേക്കുള്ളാണ്. അവരെടുത്തു വെച്ചു. അവർക്കറിയാ, പറഞ്ഞാ മതി. വെറുതെ ഒന്ന് ചെക്ക് ചെയ്യണം. അതായത് കറക്റ്റ് ആയിരിക്കും എടുത്തേക്കണത്. വല്ല ബ്ലാങ്ക് പേജിൽ വെച്ചു അങ്ങനെ ഇടയ്ക്ക് സംഭവിക്കും. നമ്മളിങ്ങനെ ചെക്ക് ചെയ്താൽ ഇടയ്ക്ക് ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് ടെസ്റ്റ് ഒക്കെ കിട്ടാറുണ്ട്. അപ്പൊ ഒന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ഇവിടെ വന്ന് പറഞ്ഞാ മതി. 7th സ്റ്റാൻഡേർഡ് CBSE ചിലപ്പോൾ സ്കൂൾ വയ്ക്കും. അപ്പൊ അവർ കറക്റ്റ് എടുത്ത് തരും. അങ്ങനെ നമ്മൾ ചെയ്യാറ്. അപ്പൊ ഒരു കൊല്ലത്തേക്കുള്ള നോട്ട്ബുക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ചിലപ്പോ ഒരു ബുക്കൊക്കെ വേണ്ടി വരുന്നുള്ളൂ. പിന്നെ നമ്മളിത് ഇത് ചെറുതാണോ ഈ കവറിങ്? ഇത് ചെറുതാണ്. അപ്പൊ നമ്മള് ബുക്ക് പൊതിയണ അവൾക്ക് ഈ കളറാണ് ലച്ചുവിന് എല്ലാ കൊല്ലവും നമ്മൾ മേടിക്കാറ്. 3 മതിയോ? അതുണ്ട്. ബുക്ക് കവറ് ഇങ്ങനത്തെ ഒക്കെ ഉണ്ട്. ഇങ്ങനത്തെ കളേഴ്സിന്റെ ഒക്കെ ഉണ്ട്. പക്ഷെ ടേപ്പ് ഒന്നും വേണ്ട, ഒട്ടിച്ചാ മതി. അപ്പൊ ഇത് കാണാൻ പറ്റും. അതായത് ഇങ്ങനെ കവർ ചെയ്ത് അതിന്റെ ബുക്ക് ഏതാന്നുള്ളത്. ലച്ചുവിന് അത് ഇഷ്ടമല്ല. ഇത് അവിടെ കൊണ്ടുപോയി വെക്കും മോനെ. ആ ചേച്ചിയുടെ അടുത്ത് കൊണ്ടുപോയി വെക്കും. ഡോംസിന്റെ അല്ലേ മോനെ എടുക്കണത്? അത് ഇഷ്ടപ്പെട്ടാ? എന്നാ കൊണ്ടുവെക്ക്. വേണ്ട, പെൻറ്റോണിക്കിന്റെ അതല്ലേ മോനെ ഉപയോഗിക്കണം. അതെടുത്തോ. ഇതാണ് പെൻറ്റോണിക്കിന്റെ പെന്നാണ് ലച്ചുവിന് ഇഷ്ടം. ഇതിലിപ്പോ 10 ഉണ്ടാവും. ഇതില് 10 ഉണ്ട്. ഇനി കഴിയുമ്പോ മേടിക്കാം. പ്രൈസ് എത്രയാന്ന് അറിയില്ല. 100 രൂപ അല്ലേ? 100 രൂപ. ഇത് മതി. ഇത് വേണ്ടി വരും. ക്രയോൺസ് ഉണ്ടാവും. അവർക്ക് നോട്ട്ബുക്കിൽ കളർ ചെയ്യാം. അല്ലെങ്കിൽ ഇത് വേണോ? അത് മതിയോ? അത് വെറുതെ അല്ലേ? നോക്കാം. അത്രയൊന്നും ആവശ്യം ഉണ്ടാവില്ല നോട്ട്ബുക്ക്. ഇത് വേണോ? ഇത് കാരണം മറ്റേ തീരെ ചെറുത്. ഇത് ക്രയോൺസ്. കാരണം നോട്ടില് എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ വരും, ഷെയ്ഡിങ് ഒക്കെ. ഇനിയിപ്പോ ഏതായാലും വെച്ചു നെയിം സ്ലിപ്പ്. ബാബാ നെയിം സ്ലിപ്പ് മോനെ ഏതാ വേണ്ടത്? ഇതാണോ വേണ്ടത് കൊച്ചിന്? മോനെ ഏതാ ഇഷ്ടം? അത് തന്നെ. അല്ല 6 ഷീറ്റൊക്കെ വേണ്ടവര്. ആ ബുക്കൊക്കെ ഒട്ടിക്കണ്ടേ? 6 എടുക്കാം. 6 മതി. ഓക്കെ. ഇനി വേറെ നോക്കാം ലച്ചു. ഇനി ലച്ചുവിന് പൗച്ച് വേണോ? സ്കെയില് വേണോ? ഇത് വളയണ പോലത്തെ സ്കെയിലൊക്കെ. അത് വേണ്ട. ഇത് ഇവളുടെ അടുത്തുണ്ട്. ഇത് ഫാൻസി പോലത്തെ അല്ലേ? ഇത് പള്ളിപ്പറമ്പിൽ പോയപ്പോ ലച്ചു വാങ്ങിയതാ. ഇതെന്താ ലച്ചു? ഇതും ഷാർപ്നറാണ്. ഇതൊക്കെ എന്ത് ക്യൂട്ടല്ലേ നോക്കിയേ. പണ്ട് ഇതിനേക്കാളും ക്യൂട്ടായിട്ട് കുറെ ഉണ്ടായിരുന്നു. ഇത് ക്യൂട്ടായിട്ടുള്ള വേറൊരു ഷാർപ്നറാണ് കേട്ടോ. ഇത് നോക്കിയേ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അത് ഇനി ഇതേ വേറെ ഡോംസിന്റെ ഇതും ഷാർപ്നറാണ്. പിന്നെ കുറെ ഇങ്ങനെ റബ്ബേഴ്സ് ഇങ്ങനെ നമുക്കിങ്ങനെ മാറ്റി മാറ്റി പണ്ടൊക്കെ നമ്മളും യൂസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ ഈ പറയണ പോലെ ഇത് എന്താണോ, ഇത് റബ്ബറാണ്. ഇങ്ങനെ പല ഷേപ്പൊക്കെ ഉള്ള റബ്ബേഴ്സ്. പിന്നെ ഇതും റബ്ബറാണ്. ഇതൊക്കെ ലച്ചുവിന്റെ അടുത്ത് ഉണ്ടായിരുന്നു. ഇത് ചെറുത്, ഇത് അതിന്റെ വലുത്. കണ്ടില്ലേ? ഈ സെക്ഷൻ കഴിഞ്ഞു. പിന്നെ കുറെ നമ്മളിങ്ങനെ ഫാൻസി ആയിട്ടുള്ള പെൻസ് ഉണ്ട് കേട്ടോ കുട്ടികൾക്ക്. ലച്ചു ഉണ്ടാണോ മൈൻഡ് ചെയ്തിട്ടില്ല. അതാ യൂണിക്കോണൊക്കെ കുറെ ഉണ്ട് കേട്ടോ പെൻസ്. കണ്ട ക്യൂട്ട് ആയിട്ടുള്ള മിനി മൗസ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.
കുഴപ്പമില്ല, ക്യൂട്ടാണ് ഭയങ്കര. പിന്നെ അത് ഇത് നോക്കി ഭയങ്കര നല്ലൊരു പെണ്ണ്, ഭയങ്കര രസമുണ്ടിട്ട് ഇത് കാണാനായിട്ട്, അടിപൊളിയായിട്ടുണ്ട്. അതിന്റെ വേറെ ക്യൂട്ടാണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. കണ്ട എന്താന്നോ ഇതൊന്നും കണ്ടില്ലേന്നറിയില്ലതാ, നല്ല രസമുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ഇത് കണ്ടില്ലേ, ഈ പെൻ, ഇത് വെച്ചുകൊണ്ടെടുത്തുണ്ട്. ഇതിപ്പോ ഭയങ്കര എല്ലായിടത്തും ബൈക്ക് സ്മാർട്ടിലൊക്കെ പോയപ്പോഴത്തേക്കും ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു പെൻ 65 റുപ്പീസാണ് കേട്ടോ ഇതിന്. ഇതെന്താ അത് പെന്നാണ് വന്ന 190 റുപ്പീസ്. നമുക്ക് ഉണ്ട് കേട്ടാ, ഞാനും ഇല്ലെങ്കിൽ കിട്ടൂല. ഇതേ ഇത് ഭയങ്കര രസമുണ്ട്. ഇത് ഒന്നെടുത്ത്, ഇത് ക്യാപ്പിബാറയാണോ? ക്യാപ്പിബാറയുടെ അടിപൊളി. ഇതിന് എത്ര 50? ഇത് വേണമെങ്കിൽ മോൻ എടുത്തു പറഞ്ഞോ. ക്യാപ്പിബാറയുടെ ഇത് ചേഞ്ച് ചെയ്യാം. ഇതെന്താ ചെയ്തട്ടാ, പല പല കളറിൽ ഇങ്ങനെ എഴുതാം, പല പല കളേഴ്സിൽ നമുക്ക് ഇത് എഴുതാം. എന്താ പണ്ട് നമ്മളൊക്കെ ഉപയോഗിച്ചൊരു പെന്നാണിത്. ഇത് എങ്ങനെ ഇടാ കറക്റ്റ്? അതാ നല്ല രസമാണ്. ഇതിന് 50 രൂപയുള്ളൂ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അതിന് വേറൊരു കളറും കൂടി ഉണ്ട്. ഇതാ ഇത് ഭയങ്കരമായിട്ട് ഷൈനിങ് ആണ് കേട്ടാ. ലച്ചുവിനോട് ഒരെണ്ണം എടുത്തോളാൻ പറഞ്ഞു. പിന്നെ ഇതാണ് മോൻ എടുത്തത്, പേപ്പർ സോപ്പ്. ഇതൊക്കെയാണ് നമ്മുടെ കുട്ടികളുടെ ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. 28 രൂപയുള്ളൂ കേട്ടാ. ഞാൻ ഇങ്ങനത്തെ പേപ്പർ സോപ്പാണ് ലച്ചു എപ്പോഴും എടുക്കണം ഞാൻ കണ്ടേക്കണത്. പക്ഷെ ഇത് നല്ല, ഇതെന്താണ് മിനി ടേപ്പോ? അടിപൊളിയാണ് കേട്ടോ ഇത്, മിനി ടേപ്പ്. ഇതിന് എത്രയാണാവും? ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്, പല പല കളർ. ഇത് അതിന്റെ ഇതുണ്ട്, മെഷീൻ ഉണ്ട് ഇതിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാനുള്ള. ഇതെന്താ അക്ഷരജാലകം? ഇത് കുഞ്ഞി കുട്ടികൾക്കുള്ള സെക്ഷനാണ് ഇവിടെ കൊടുത്തത്. എന്താ വെച്ചു പൗച്ച് ഒന്ന് കാണിക്കാതെ പെൻസിൽസ് വെക്ക്. പണ്ടൊക്കെ ഇത് ലച്ചുവിന്റെ അടുത്ത് എന്തോരം പിങ്കാണ്. അവക്കാഡോ ആണത്, ഡോംസിന്റെ. എനിക്കൊരു അവക്കാഡോ, പക്ഷെ ഇത് എന്തായിട്ടാ തോന്നണത്. ഇന്നത്തെ നല്ല ക്യൂട്ടായിട്ടുള്ള പെൻസിൽ പൗച്ചൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു, ലച്ചുവിന് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഇതിന് ഞാൻ എത്ര പ്രൈസ് എന്ന് പറയാ, 240 റുപ്പീസ് ഉള്ളൂ കേട്ടോ. അടിപൊളിയാണ് കേട്ടാ. ഇതൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതാ എന്നാ വൈലറ്റ് ആണോ വന്നേക്കുന്നത്. പിന്നെ ഇത് വന്നിട്ടുണ്ട്, ഇത് വന്നിട്ടുണ്ട്. ഇതിനെല്ലാം 145, 245. ഇതെങ്ങനെയുണ്ട് വന്ന? അവളെന്തോ ഉദ്ദേശിക്കുന്നുണ്ട്. അല്ല, കട ക്ലോസ് ചെയ്യും. ഇത് നോക്കിയേ, ഇത് നോക്കിയേ സേതാട്ടാ. ഇതിന് എത്രയാണ് ഞാൻ പറഞ്ഞുതരാം. ഇതിന് 280 റുപ്പീസാണ്. ഇത് നോക്കിയേ, ഇതിന്റെയൊക്കെ കുറെ ആൾക്കാരുണ്ടാവും 220 റുപ്പീസ്. പിന്നെ ബോയ്സിന്റെ സേതാട്ടാ സ്പൈഡർമാൻ. ഇത് വേണോ ലച്ചുവിന്? എനിക്ക് ഭയങ്കര ഇഷ്ടത് ഇങ്ങനത്തെ. ഇതിലിങ്ങനെ കളർ പെൻസിലൊക്കെ വെക്ക, നല്ല രസം. സ്റ്റാപ്ലർ, സെല്ലോ ടേപ്പ്, അതൊക്കെ വേറെ സ്ഥലത്തുനിന്ന് മേടിക്കാം. ഇത് മതിയില്ലേ? വേറെ ഒന്നും വേണ്ടല്ല. ബുക്ക് ചെക്ക് ചെയ്തിട്ടില്ല നമ്മള്. ബുക്ക് ചെക്ക് ചെയ്യാം. ബുക്ക് ചെയ്യുന്ന ഇതേ വലിയ വാട്ടർ ബോട്ടിൽസ് ഉണ്ട്, വേണോ? സ്റ്റീലിന്റെ വാട്ടർ ബോട്ടിൽസ് ഉണ്ട്, കൊറേ ഉണ്ട് സ്റ്റീലിന്റെ. ഇത് കുഞ്ഞു പിള്ളേർക്കുള്ള കേട്ടോ, ലച്ചുവിന് പറ്റൂല. നമുക്ക് എന്തെങ്കിലും പോത്തീസിലൊക്കെ പോണ്ട്, നമുക്ക് അവിടെയും കൂടി നോക്കാം. പിന്നെ ഇത് നോക്കിയ കാസറോൾ പോലത്തെ മിൽട്ടന്റെ സ്മോൾ സ്നാക്സ് ബോക്സ്, അങ്ങനത്തെ കുറെ ഇരിക്കുന്നുണ്ട് കേട്ടോ. സമയമില്ല, ഇവിടെ 9 മണിയാകുമ്പോ ക്ലോസ് ചെയ്യും. അപ്പൊ അവർക്ക് ഇറങ്ങാറ്. അപ്പൊ നമുക്ക് വേഗം പോയിട്ട് നോക്കാം. അപ്പൊ നടന്നു. എടുത്തോ, ബില്ലടിച്ചോളാൻ പറയായിരുന്നു. നമ്മൾ ചെക്ക് ചെയ്യണേണ്ട, കാരണം നമ്മൾ എല്ലാ കൊല്ലവും ചിലപ്പോൾ ലച്ചുവിന് എപ്പോഴും ടെക്സ്റ്റ് ബുക്ക് ബ്ലാങ്ക് പേജസ് വരാറുണ്ട്. പിന്നെ നമ്മൾ ഫോട്ടോ കോപ്പി എടുത്ത് പേസ്റ്റ് ചെയ്യാറാ പതിവ്. അന്ന് നമ്മളിങ്ങനെ ചെക്ക് ഇടയ്ക്ക് ചിലപ്പോ മാത്രമേ അങ്ങനെ വരാറുള്ളൂ. നമുക്ക് മലയാളം ടെക്സ്റ്റ് ഇവിടുന്ന് കിട്ടൂല, അത് മേടിക്കണം. ബാക്കിയെല്ലാം ഉണ്ട്, ബാക്കിയെല്ലാം ഉണ്ട്. നീ ബില്ലടിക്കാൻ പറയാം. നോട്ട്ബുക്ക് ഇതായിരിക്കണം നമ്മുടെ. അതവിടെ വെക്കുന്നത്. ചെയ്തേട്ടാൻ ബില്ലടിക്കാനായിട്ട്. ഇതാണ് നമ്മുടെ എച്ചൻസി മേടിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ കറക്ഷൻ ടൈപ്പ് ഉണ്ടാന്ന് ചോദിച്ചു നോക്ക്. ചെല്ല്, അതും കൂടി വേഗം കൊടുക്ക്. ഷോപ്പ് ക്ലോസ് ചെയ്യാറായേ. ലച്ചുവിന് കറക്ഷൻ ടൈപ്പും കൂടി വേണം, നമ്മൾ അതും കൂടെ എടുക്കണം.
ന്യൂ അറൈവൽസ് ആണ് കേട്ടോ. ബുക്സ് ഉണ്ട്, കുറേ ബുക്സ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ വാങ്ങാം. ദേ ദേ കുറേ ബുക്സ് ഒക്കെ ഇരിപ്പുണ്ട്. സീരിയൽ, സിനിമ. പിന്നെ ഇത് അന്നക്കുട്ടി ജോസഫ്, അല്ല ജോസഫ് അന്നക്കുട്ടി ജോസ്. നമ്മൾ ടോട്ടല് 3733 ആയിട്ടുണ്ട്. നോട്ട്ബുക്സിനും പിന്നെ സ്റ്റേഷനറി ഐറ്റംസിനൊക്കെ ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ടായിട്ടാ. ടെക്സ്റ്റ് ബുക്കിനില്ല. അപ്പൊ നമ്മുടെ പർച്ചേസിങ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാം. അതേ നമ്മുടെ ബുക്കൊക്കെ പിടിച്ചോണ്ട് ചെയ്തിട്ട് നിൽക്കുകയാണ്. നമ്മുടെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞു. എച്ച്ആൻസിയിലത്തെ ബുക്കിന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ബാഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിത് പോത്തീസി പോകാന്ന് ഓർത്തിരിക്കണേ. അതിന്നല്ല കേട്ടാ, അത് വേറൊരു ദിവസം. അപ്പൊ ഇത് പാർട്ട് 1 ആണ് നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന്റെ കേട്ടാ. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നിസ്സാരം വരായി വരും. ബൈ. പിന്നെ നിങ്ങൾ എല്ലാവരും പർച്ചേസ് ചെയ്തൊക്കെ കഴിഞ്ഞാ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ്, അതൊന്ന് കമന്റ് ചെയ്യൂ കേട്ടാ.